ഉയർപ്പ്. 5-ാം ചൊവ്വ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. അത്തിമരത്തെ ശപിക്കുന്നു. മുന്തിരി, അത്തിമരം, ഒലിവ് എന്നിവ ഇസ്രായേൽ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. അത്തിപ്പഴം മധുരിക്കുന്നതാണെന്ന് മാത്രമല്ല, അത് വ്രണങ്ങൾ ഉണക്കുവാനും ഉപയോഗിക്കപ്പെടുന്നു. എസെക്കിയാ രാജാവിന്റെ പഴകിയ വ്രണം ഉണക്കുവാൻ അത്തിപ്പഴ കട്ട വെച്ച് കെട്ടാൻ ഏശയ്യാ പ്രവാചകന് യഹോവ നിർദ്ദേശം കൊടുക്കുന്ന ഭാഗം ഇതിന് ഉദാഹരണമാണ്. വേനൽക്കാലത്തും മഞ്ഞുകാലത്തും ഫലം തരുന്ന വൃക്ഷമാണ് അത്തിമരം. വേനൽക്കാലത്തുണ്ടാകുന്ന ഫലങ്ങൾ കൂടുതൽ മധുരമുള്ളതായിരിക്കും. ശീതളകാലത്തുണ്ടാകുന്ന പഴം സാധാരണ കയ്പുള്ളതാണത്രേ. വേദപുസ്തകങ്ങളിൽ പേരെഴുതിയിട്ടുള്ള ആദ്യ മരം അത്തിമരമാണ്. അത്തിമരത്തിന്റെ ഇലകൾ കൊണ്ടാണല്ലോ അവർ ദൈവത്തിന്റെ മുമ്പിൽ നാണം മറയ്ക്കുന്നത്. ഇലകൾ കൊഴിഞ്ഞ് വീണ്ടും ഇലകൾ തളർക്കുമ്പോൾ ഒപ്പം പൂവിടുകയും ചെയ്യുന്നു. അതിനാൽ ഫലമുള്ള അത്തിമരത്തിന്റെ അടയാളം നിറഞ്ഞു നിൽക്കുന്ന ഇലകളാണ്. ഇവിടെ ഇലകൾ നിറഞ്ഞ അത്തിമരം ഫലശൂന്യമായിരിക്കുന്നു. കാലാവസ്ഥ അനുകൂലമല്ലെങ്കിലും കപടമായി ഇലകൾ ചൂടി നിൽക്കുന്ന അത്തിമരം ഇസ്രായേലിന്റെ കപടഭക്തിയെ ഉത്ബോധിപ്പിക്കുന്നു. കപട ജീവിതം ദൈവം വെറുക്കുകയും ശാപമേൽക്കുകയും ചെയ്യും എന്ന ഓർമ്മപ്പെടുത്തലാണ് ഉണക്കിക്കളഞ്ഞ അത്തിമരം. ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അത്തിമരം ഉണങ്ങിപ്പോയത് കണ്ട ശിഷ്യന്മാർക്ക് പക്ഷേ വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും പാഠങ്ങളാണ് ദൈവം നൽകുന്നത്. മല പോലെ വരുന്ന പ്രതിസന്ധികളെ പ്രതിരോധിക്കാൻ ദൈവാശ്രയം മാത്രമുണ്ടായാൽ മതിയെന്നാണ് പാഠം. വിശ്വാസ ജീവിതത്തിന്റെ ഉത്തേജിപ്പിക്കാൻ തീവ്രമായ പ്രാർത്ഥനയുടെ ആവശ്യകതയും ഇതിൽ വ്യക്തമാണ്.